ഇസ്ലാമിൻ്റെ മ്യൂസിക് അനുവദനീയമല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രോളുകളൊക്കെ. അതങ്ങനെ ട്രോളാമോഹമുള്ളവർ ട്രോളിക്കൊണ്ടേയിരിക്കും. മനുഷ്യനാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, കുടുംബ ബന്ധത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയുമുള്ള അധ്വാനത്തിനും ഊർജ്ജസ്വലതക്കും ശ്രദ്ധയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. സ്വാഭാവികമായും അതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന എല്ലാ സംഗതികളെയും ദൂരേക്ക് മാറ്റിവെക്കാൻ മതം പറയും. അത് മതത്തിൻ്റെ നല്ല ശീലമാണെന്ന് മനസ്സിലാക്കുക. ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്നും അവിടെയാണ് അനന്തമായ ജീവിതമെന്നും മതം പഠിപ്പിക്കുന്നു. അങ്ങനത്തെ വിശ്വാസിയോടാണ് മതം പറയുന്നത് നിന്നെ മലിനമാക്കുന്ന, നിന്നെ ഊർജ്ജസ്വലതയിൽ നിന്ന് നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന, അന്തർമുഖത്വം നൽകുന്ന, അധ്വാനിക്കാനുള്ള ശേഷിയും താല്പര്യവും ഇല്ലാതെയാക്കുന്ന ഒരു സംഗീതവും വേണ്ടെന്ന്. അത് വിശ്വാസി സ്വീകരിക്കും. അപ്പുറത്തെങ്ങാണ്ടുള്ള ഒരാൾ എന്തിനാ അതേക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയണത്? ഈ ഇസ്ലാം പോരാന്ന് തോന്നിയിട്ട് ഇറങ്ങിപ്പോയി, എന്നാലും ഇസ്ലാമിൻ്റെ ആ ഒരു ലേബലിൽ അറിയപ്പെടുന്ന ആ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിമീങ്ങൾ എന്തിനാ ഈ വിഷയത്തിൽ പരിഭവപ്പെടുന്നത്? ഇത് നമ്മുടെ തറവാട്ടിലെ കാര്യമാണ്. അവരെന്തിനഭിപ്രായം പറയണം? ഇതൊക്കെ താല്പര്യമുള്ളവരാണ് ഈ മതത്തിൽ നിലകൊള്ളേണ്ടത്. ഏറ്റവും പുതിയ സെൻസസിൽ പോലും മറ്റ് ആദർശങ്ങളെക്കാൾ 250% വളർച്ചയാണ് പരിശുദ്ധ ഇസ്ലാമിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ ചില സ്വകാര്യ മാധ്യമങ്ങളൊക്കെ അത് വമ്പിച്ച് വിവാദമാക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെ വിവാദമാക്കാൻ ശ്രമിക്കുക? ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ആദർശം പരിശുദ്ധ ഇസ്ലാം. ഇന്നും എന്തൊക്കെ പ്രചാരണങ്ങളുണ്ട്? ഇസ്ലാം സമം, ടെററിസം വ്യാപകമായി സമൂഹത്തെ സ്വാധീനിച്ചൊരു വൃത്തികെട്ട പ്രയോഗം.